ഇപ്പം ഞാൻ ഈ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പോവാണ്. ഇതിന് മുകളിൽ സിനിമയിൽ ഇപ്പോൾ ഒരു ഡ്രോണിൻ്റെ ആവശ്യമില്ല. ഒരു 30 ലക്ഷത്തിൻ്റെ അടുത്ത് 28-30 ലക്ഷത്തോളം ഒരു ഡ്രോൺ സെറ്റപ്പിന് വരും. ഇതിപ്പോൾ ഇത്രയും വിലപിടിപ്പുള്ള ഡ്രോൺ പോലീസോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ കസ്റ്റഡിയിലെടുത്ത ഇത് തിരിച്ച് കിട്ടാനൊരു ചാൻസ് ഇല്ല. 1000 GB കാർഡാണ്. ഈ 1 TB കാർഡിൽ 20 മിനിറ്റോളാണ് റോ ഫുട്ടേജ് കയറുള്ളൂ. ഹോളിവുഡ് സിനിമയിലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഡ്രോൺ അതാണ്. ഞാൻ 21 വർഷമായി ഇപ്പോഴത്തെ വീട്ടിൽ. അതിനേക്കാൾ മുമ്പ് ഈ പുഴയുടെ തന്നെ 750 മീറ്റർ മുകളിലായിട്ട് ഈ ഏരിയൽ ഷോട്ട് ചെന്ന് നിൽക്കുന്നത് മലയാള സിനിമയിലെ ഒരു പൈലറ്റിൻ്റെ അടുത്താണ്. ഇന്ന് സിനിമകളിൽ ഡ്രോൺ ഷോട്ടുകൾ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. വർഷങ്ങൾക്ക് ശേഷം റൈഫിൾ ക്ലബ്, രേഖാചിത്രം, മാർക്കോ, നരിവേട്ട മുതൽ ഇനി ഇറങ്ങാനിരിക്കുന്ന രാമായണ, വിലായത്ത് ബുദ്ധ, ഹൃദയപൂർവ്വം, ബബ്ബബ്ബ തുടങ്ങിയ സിനിമകളുടെ ഡ്രോൺ ഓപ്പറേറ്ററാണ് ഇദ്ദേഹം. ഒരു ക്യാമറ ടെക്നീഷ്യനിൽ നിന്നും ഡ്രോൺ ഓപ്പറേറ്ററിലേക്കുള്ള ജീവിതം കൗതുകമാർന്നതാണ്. ഈ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് സിനിമയിലേക്കുള്ള വഴി അതിലേറെ രസകരവും. 200-ലധികം സിനിമകൾ ചെയ്ത ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. മുൻനിര താരങ്ങളെ പോലെ തന്നെ ഡിമാൻഡുള്ള ഈ ഡ്രോൺ ഓപ്പറേറ്റർ ഇദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. അതെ, അനൂപ് സിംഗ്. സിംഗേട്ടനൊരു ഡ്രോൺ ഓപ്പറേറ്ററാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് ഫുള്ള് പ്രകൃതിയോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരു ഏറുമാടം, ഒരു ട്രീ ഹട്ട്, അങ്ങനെ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും സൗന്ദര്യമുള്ള ഗസ്റ്റ് ഹൗസ് പോലൊരു സെറ്റപ്പ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പിന്നിലെ കഥ എങ്ങനെയാണ്? ഞാൻ ചെറുപ്പം മുതലേ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു മൈൻഡിൽ വളർന്ന ഒരാളാണ്. അതായത് കൃഷി അന്തരീക്ഷം, ഈ പുഴയുടെ ഒരു 3/4 കിലോമീറ്റർ അപ്പുറത്ത് മുകളിൽ പുഴയുടെ സൈഡിൽ തന്നെയായിരുന്നു പഴയ വീട്. അപ്പോൾ ആ വീട്ടിൽ വളർന്നു വന്ന് പിന്നീട് കൃഷി ഭൂമികളൊക്കെ അന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ജീവിതത്തിലൊരു 18-20 വയസ്സോട്ടൊരു തൊഴിലേർപ്പെട്ടു. അത് കഴിഞ്ഞ് കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ വെറുതെ ഇരിക്കേണ്ട അവസ്ഥ വന്നു. അത് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോഴാണ് ഇവിടെ ആകെ കാട് പിടിച്ച് ചേര് മുതലായ മരങ്ങൾ വന്ന് ഈ ഭാഗം കാണാൻ പറ്റില്ല, പുഴ കാണാൻ പറ്റാത്ത അത്ര ഇരുട്ട് പിടിച്ചൊരു അന്തരീക്ഷമായിരുന്നു. അപ്പം മൂത്ത മകൻ ഗൗതം സിംഗ് അവൻ പറഞ്ഞു, നമുക്കൊരു ഏറുമാടം ഇവിടെ ഒരു മുളകളൊക്കെ വെച്ച് കെട്ടി ഉണ്ടാക്കാന്നുള്ളൊരു നിലപാടെത്തി. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യായില്ല. എനിക്ക് 2 ആൺമക്കളാണ്. രണ്ടാമത്തെ ആള് ജ്യോതിർനാഥ് സിംഗ്. ഞങ്ങൾ 3 സിംഗുകളും കൂടി തുടങ്ങിയതാണ്. തുടങ്ങി മുളകളും അടയ്ക്കാരങ്ങളൊക്കെ വെട്ടിയിട്ടപ്പോൾ പലരും പറഞ്ഞു, നീ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ, ഇത് വെറുതെ ഒരു സാധനം കൊടുത്ത് അടുത്ത കൊല്ലാകുമ്പോൾ ഇതൊക്കെ പോകും, അത് നല്ല രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിച്ചുകൂടെ എന്നാണ്. അങ്ങനെ വന്നപ്പോൾ പിന്നെ ആ മുള ഉപയോഗിച്ചിരുന്നു. മുള പിന്നെ ഒരു വർഷം കഴിഞ്ഞ് കേടായപ്പോൾ മാറ്റി. പക്ഷെ ബാക്കിയുള്ളത് മുഴുവൻ ഇരുമ്പിന്റെ പൈപ്പിട്ട് നല്ല രീതിയിൽ ചെയ്ത് ഡിസൈനിങ് ഒക്കെ ഞങ്ങൾ തന്നെ, പിന്നെ വെൽഡ് ചെയ്യാൻ ആൾക്കാരെ പുറത്തുനിന്ന് വിളിച്ചു. സാധാരണ രീതിയിൽ കിട്ടുന്ന ഒരു ഏറുമാടം പോലെ അല്ല, കാരണം അതൊരു ഛായാഗ്രഹൻ ഓരോ ഫ്രെയിമുകൾ ഒപ്പിയെടുക്കുന്ന പോലെ അതിന്റെ ആ ഒരു ഭംഗി നമുക്ക് ഇതിൽ കാണാൻ പറ്റും. സിംഗേട്ടൻ ഇവിടുന്ന് ഡ്രോൺ ഷോട്ടുകളൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു വ്യൂ ഒക്കെ നേരത്തെ കണ്ടുകൊണ്ടാണോ? അത് അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുഴ കാണാൻ പറ്റാത്തത്ര കാടായിരുന്നു. ഇത് ഞങ്ങൾ ഒരു 2010 15 വർഷം മുമ്പ് വാങ്ങിച്ച പറമ്പാണ്. നമ്മുടെ വൈഫിന്റെ കസിന്റെ പറമ്പാണ്. അപ്പോൾ അവർ അമേരിക്കയിലാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ മേടിച്ചൊരു പറമ്പാണ്. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് മൊത്തം ഇരുട്ട് പിടിച്ച് കാട് പിടിച്ച് നിൽക്കണം. ഈ ജാതികളൊക്കെ ഞങ്ങൾ മേടിച്ചതിന് ശേഷം വെച്ചതാണ്. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ തെങ്ങുകളുണ്ടായിരുന്നു, ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സ്ഥലം നമുക്കൊരു ക്യാമറ ഫ്രെയിമിലേക്ക് വേണ്ടി ഉപയോഗിക്കാൻ, കല്യാണങ്ങളിൽ ലവ് സീൻ എടുക്കാനൊക്കെ, ഔട്ട്ഡോർ എടുക്കാനൊക്കെ ആൾക്കാർ വരാറുണ്ട്. നമ്മൾ ഫീസ് മേടിക്കാറില്ല. അപ്പോൾ ഒരു ഫാമിലികൾ വൈകുന്നേരം ആയാൽ ഞാൻ പറയും, കള്ള് കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്ക് പറ്റില്ല. പക്ഷെ ഫാമിലികളായിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഭാര്യ മക്കളടക്കം വന്നിരുന്നാൽ നമ്മൾ താക്കോല് കൊടുക്കും. ഇവിടെ കറണ്ട് കണക്ഷൻ, സോഷ്യൽ സർവീസ്, ഒരു വാഷ്റൂം ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളെ ഉദ്ദേശം. പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഗ്യാങ് കൂടി മദ്യപിക്കാനുള്ള രീതിയിൽ. ഞാൻ മദ്യപിച്ചൊരു ശീലം നമുക്കില്ല, മറ്റുള്ള ഒരാളെ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷെ സിനിമയുടെ ഡിസ്കഷന് വേണ്ടി പലരും വരാറുണ്ട്. ഇപ്പൊ UK എന്നുള്ള പടല്ലേ, അത് ഡയറക്റ്റ് ചെയ്ത അരുൺ വൈഗ. അദ്ദേഹത്തിന്റെ മുമ്പത്തെ പടം ഗുണ്ടാജയൻ, അതിനേക്കാൾ മുമ്പത്തെ പടം ചെമ്പരത്തിപ്പൂ. അദ്ദേഹം ഡയറക്ടർ ഇവിടെ വന്നിരുന്നു. അതുപോലെ പ്രജേഷ് സെൻസാർ വെള്ളത്തിന്റെ ഡയറക്ടർ, അവർ വന്നിരുന്നു. പിന്നെ അങ്ങനെ പലരും സിനിമാക്കാരായിട്ട് ബന്ധപ്പെട്ട പലരും സിനിമാ ചർച്ചകൾക്കും ഈ ഭാഗത്തായിട്ട് കാണാനുമായിട്ട് വരാറാണ്. സിനിമ ഹബ്ബാണ് ശരിക്കും പറഞ്ഞാൽ. സിനിമ ഹബ്ബ്. പിന്നെ ഞാൻ മെയിൻ ഇത്തിരി വായനാശീലമുള്ള ഒരു കൂട്ടത്തിലാണ്. എഴുത്തുകളൊക്കെ ഉണ്ട്. അതാണ്. അപ്പൊ അതിന്റെ പേരിൽ
വായിക്കാനായിട്ട് ഞാൻ തോന്നുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഒന്നിനടുത്ത് പുസ്തകം എടുത്ത് മുകളിലിരുന്ന് വായിക്കുക, തിരിച്ചു പോവുക, അങ്ങനെയുള്ള പരിപാടിയാണ്. സിംഗേട്ടാ, അപ്പോൾ ഈ പുഴ എന്ന് പറയുമ്പോൾ ഈ പുഴ എന്ന് പറഞ്ഞാൽ ചിമ്മിനി ഡാമിൻ്റെ ഓവർഫ്ലോ വെള്ളം വരുന്ന പുഴയാണ്. അത് പിന്നിലേക്ക് പോകുമ്പോൾ കരുവന്നം പുഴ എന്ന് പറയും. ഈ സ്ഥലത്ത് അത് കുറുമാലിപ്പുഴ എന്ന് പറയും. പുതുക്കാട് നമ്മൾ ഹൈവേ ക്രോസ് ചെയ്യുമ്പോൾ അമ്പലത്തിന് മുമ്പായിട്ട് ഉള്ളൊരു പുഴയില്ലേ, പുതുക്കാട് ഹൈവേ, ആ പുഴയാണ് ഇത്. ഇതും മണലിയിൽ വരുന്ന പുഴ, പാലിയേക്കര ടോൾ പ്ലാസയുടെ പുഴ, ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് പിന്നീട് കരുവന്ന പുഴയും മാറുന്നത്. അത് ചാവക്കാട് പോയിട്ടാണ് കടലിൽ ചേരുന്നത്. ഇവിടെ ടോപ്പിൽ പറമ്പിക്കുളത്തിന്റെ ആ ഏരിയ എന്നാണ് ചിമ്മിനി ഡാമിന്റെ തുടക്കം. ഇത് ഈ പുഴയിലേക്കുള്ള വഴിയാണ്. ആദ്യകാലത്ത് ഇത് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ കുളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. കുളിക്കടവായിരുന്നു ഇപ്പൊ നമ്മൾ കണ്ട സ്ഥലം. പിന്നെ തലമുറകൾ മാറി വന്നപ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും ആരും പുഴയിൽ കുളിക്കുന്നില്ല. പുഴയുടെ സൈഡിൽ വീടുള്ള ആൾക്കാർ പോലും പുഴയിൽ കുളിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴും തൊടുപുഴ, മൂവാറ്റുപുഴ സൈഡിലൊക്കെ ഉള്ള പുഴയുടെ സൈഡിലുള്ള ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളൊരു ഈ പുഴയുടെ സൈഡിലുള്ള ഒരു വീട്ടിലാരും പുഴയിൽ പോകാത്ത ഒരാൾക്കാരെ കമ്മ്യൂണിറ്റിന് വേണ്ടി ഉള്ളത്. കാരണം കുറച്ചും കൂടി ഒരു അഡ്വാൻസറായി എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നിൽക്കുന്നത്. ചുരുക്കം പറഞ്ഞ ഒരു പ്രകൃതി ഇണങ്ങിയാണ് പോണത്. പിന്നെ ഇപ്പൊ മല കയറുന്ന ഫീലായി. ഇത് വല്ലാത്തൊരു ഭാഗ്യമാണ്. സിനിമയൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴേ അത്രയും തിരക്കും ടെൻഷനും കാര്യങ്ങളും നിൽക്കുമ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരു പ്രത്യേക റിലീഫ്. നമ്മള് ഭയങ്കര സ്ട്രെസ്സിലാണ് സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തം ഒരു കൂൾ ഫീലാണ്, ഒരു കഴുകിയെടുത്തൊരു അന്തരീക്ഷമാണ്. കാരണം ഇവിടുത്തെ ഒരു ഫ്രഷ് ഓക്സിജൻ, പിന്നെ ഈ നല്ല വെള്ളം, തണുപ്പ്. പിന്നെ ഇതുവരെ നിങ്ങളൊരു ഹോൺ പോലും കേട്ടിട്ടുണ്ടാവില്ലേ വണ്ടിയുടെ. വെറും ഹൈവേന്ന് വെറും 5 കിലോമീറ്റർ ഡിസ്റ്റൻസ്. പലരും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഒട്ടുമിക്ക ആൾക്കും എനിക്ക് തോന്നുന്നു സിംഗേറിനോട് മിക്കവാറും അസൂയായിരിക്കും ഈ വീഡിയോ ഇറങ്ങി കഴിയുമ്പോഴത്തേന്. കാരണം ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് താമസിക്കുക, ഇവിടെ കഴിയുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. പണ്ട് നാട്ടിൻപുറത്തെല്ലാം ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളും കാര്യങ്ങളും അല്ലായിരുന്നു. ഇതൊന്നും കാണാൻ പോലും ഇല്ല. ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പം അപൂർവം പല സ്ഥലങ്ങളിൽ മാത്രമേ കാണാനുള്ളൂ. നമ്മള് ടൗണുകളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുകൾക്ക് ഇത് ഭയങ്കര ഒരു സംഭവം. അതെ തീർച്ചയായിട്ടും. നമ്മൾക്ക് ഈ ഗ്രാമത്തിൽ ഇതിൽ തന്നെ ജനിച്ചു വളർന്നവർക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് അറിയണമെന്നില്ല. സിംഗേട്ടൻ ജനിച്ചു വളർന്നൊക്കെ ഇവിടെ തന്നെയാ? ഞാൻ 21 വർഷമായി ഇപ്പോഴത്തെ വീട്ടില്. അതിനേക്കാൾ മുമ്പ് ഈ പുഴയുടെ തന്നെ 750 മീറ്റർ മുകളിലായിട്ട് മറ്റൊരു സ്ഥലമുണ്ട്. അവിടെ പുഴയുടെ കരയിലും ഒരു വശം പാടം, കിഴക്കുവശം പാടം, തെക്കുവശം പാടം, വടക്കുവശം പുഴ. അത്തരമൊരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. പലർക്കും ഈ പുഴയുടെ കരയിൽ ജീവിക്കുന്ന ആൾക്കാരുകൾക്ക് ഇവിടുത്തെ ഫ്രഷ് ഓക്സിജന്റെയും ഈ സൈലന്റ് കാലാവസ്ഥയുടെ ഒന്നും വാല്യൂ അറിയാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ഞാനിത് അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതിയുടെ സംഗീതം പോലെ. ഇത് ചീവീടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് വണ്ടുകളാണാവോ. അത് നല്ല കളർഫുൾ ആയിട്ട് നോക്കിയല്ലേ. ഈ കറുപ്പ്, ചുവപ്പ്, തവിട്ട് കളറ് ഒരു 5-10 കൂട്ടായിട്ട് ഈ പൂവ് ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. താരങ്ങളെ പോലെ തന്നെ വാല്യൂവും ഡിമാൻഡുമുള്ള 1-2 ഡ്രോണുകളും അതിൻ്റെ ഓപ്പറേഷനെ കുറിച്ചാണ് നമ്മളപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എനിക്കിതൊക്കെ കണ്ടിട്ട് എനിക്ക് ക്യൂരിയോസിറ്റി കാരണം എനിക്കിവിടെ നിൽക്കാൻ വയ്യ. എനിക്കിനിയിപ്പം അനൂപേട്ടൻ വേണം ഇത് ഓരോന്നായിട്ട് എനിക്ക് പറഞ്ഞു തരാം. നമുക്ക് ഏതിനും തുടങ്ങാം. ഇതിപ്പോൾ ഏറ്റവും മലയാള സിനിമ എന്നല്ല, ലോക സിനിമയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന DJI Inspire 3 എന്നുള്ള മോഡലാണ്. ഇതിൽ വരുന്നത് X9 എന്നുള്ളൊരു ക്യാമറയാണ്. ഇതിൽ വരുന്ന റെസൊല്യൂഷൻ 8K RAW ആണ്. ഇതിൽ വരുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ 1000 GB കാർഡാണ്. 1000 GB 1 TB കാർഡായ ഈ കാർഡിൽ 20 മിനിറ്റോളാണ് റോ ഫുട്ടേജ് കയറുള്ളൂ. 20 മിനിറ്റ് ഡാറ്റ ആവുമ്പോൾ ഈ കാർഡ് ഫുള്ളാവും. ഈ ഡ്രോണിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ഡ്രോണിൻ്റെ ജിംബല് നമുക്ക് ഇങ്ങനെ 80 ഡിഗ്രി വരെ ടിൽട്ടപ്പ് ചെയ്യാം. അപ്പം നമ്മൾക്ക് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരാൾ നിൽക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടിയിൽ കൊണ്ടുവച്ച് ഇങ്ങനെയുള്ളൊരു ഷോട്ട് എടുക്കാൻ പറ്റും. സിനിമയ്ക്ക് വേണ്ടി സഹായിച്ചിട്ടുള്ള 2 ഡ്രോണുകളായിരിക്കുന്നത്. ഈ 2 ഡ്രോണുകൾ വന്നിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ് ചേട്ടൻ പറയാം? ഈ ഡ്രോൺ മേടിച്ചത് നമ്മൾ കഴിഞ്ഞ 2023 ആഗസ്റ്റിലാണ്. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് നല്ലവണ്ണം സ്റ്റഡി ചെയ്യാതെ എൻ്റെ മുമ്പത്തെ ഡ്രോണായ Inspire 2 ഞാൻ കൊടുത്തില്ല. ഈ ഡ്രോൺ കയ്യിൽ വെച്ചുകൊണ്ട് Inspire 2-നുള്ള ഓർഡറുകളാണ് എടുത്തിരുന്നത്. അതിനുശേഷം ജോജി ചേട്ടൻ്റെ പണി എന്നുള്ള പടത്തിൽ ആദ്യം ഏൽപ്പിച്ചത് വേണുസാർ എന്നുള്ള ക്യാമറമാനും ജോജി ചേട്ടനും ആദ്യം ഏൽപ്പിച്ച Inspire 2 ആണ്. ആ 2-ൽ വർക്ക് ചെയ്തിട്ട് ഞാൻ ഈ 3-യുടെ ഫീച്ചറുകൾ വേണുസാറിന് പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ തുടർന്ന് ഉള്ള വർക്കുകളെല്ലാം
3യുടെ ഫീച്ചർ മനസ്സിലായപ്പോൾ പിന്നെ 3 ആണ് ഉപയോഗിച്ചത്. അതാണ് എൻ്റെ ആദ്യത്തെ പടം. ഓക്കെ. പിന്നെ അതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം, പിന്നെ അതിന് ശേഷം വർക്ക് ചെയ്തത് മാർക്കോ, പിന്നെ ആനന്ദ ശ്രീബാല, രേഖാചിത്രം, പ്രാവുംകൂട് കള്ളഷാപ്പ്, മൊത്തം ഇതില് ഒരു നരിവേട്ട. ഇതില് നമ്മള് ഇൻസ്പയർ 3 എന്നുള്ള ഡ്രോണിൽ ഞാൻ വർക്ക് ചെയ്ത 20 പടങ്ങൾ റിലീസായി. അപ്പൊ വരാനിരിക്കുന്ന സിനിമകൾ, അതായത് ഇപ്പൊ രാമായണ, അതായത് ഇതുവരെ ഞാൻ മൊത്തം ഇൻസ്പയർ 3 40 പടങ്ങളിൽ വർക്ക് ചെയ്തു ഈ ഡ്രോണിൽ. അതിൽ 20 പടങ്ങൾ റിലീസായി. 20 പടങ്ങൾ റിലീസാവാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ബബ്ബ എന്നുള്ള പടത്തിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞ് മുമ്പത്തെ ഷെഡ്യൂൾ കഴിഞ്ഞു. ഇപ്പൊ ഇന്ന് രാത്രി തൊട്ട് നമ്മൾ വീണ്ടും ബബ്ബയിൽ ജോയിൻ ചെയ്യണം. കുറച്ച് ദിവസത്തെ പാച്ച് വർക്ക് ഉണ്ട്. അതുപോലെ വിലായത്ത് ബുദ്ധ, പിന്നെ ഈ രാമായണം, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പടം നമ്മളുടെ അനന്തങ്കാട് ആര്യയുടെ പടം. അത് 2 മാസത്തോളം ഞാൻ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ കുറെ പടങ്ങൾ, പരം സുന്ദരി എന്ന് പറഞ്ഞ പടം ഇവിടെ കേരളത്തിൽ ഷൂട്ട് ചെയ്തിരുന്നു. പരം സുന്ദരി ഹിന്ദി പടം. ആ പടത്തില് നമ്മൾ കുറെ അധികം വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെയാലൊന്നും തീരത്തില്ല. അയ്യോ, ഞാൻ തന്നെ കണ്ട് പേടിച്ചു പോയി. അത് അമ്മാതിരി ലിസ്റ്റുകളാ. പിന്നെ മറ്റൊരു കാര്യം, ഇതിന്റെ ജിംബല് നമ്മൾക്ക് ഈ മിമിക് സെറ്റപ്പ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാൾക്ക് ഡ്രോൺ മാത്രം ഫ്ലൈ ചെയ്യാം. DOPക്ക് ഈ ഇത് ഉപയോഗിച്ച് നമുക്ക് തിരിക്കാൻ പറ്റും. ചേട്ടൻ റൈഫിൾ ക്ലബിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത് റൈഫിൾ ക്ലബിൽ വർക്ക് ചെയ്ത സമയത്ത് ആഷിഖ് സാറാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. രേഖാചിത്രത്തിൽ വർക്ക് ചെയ്യുമ്പോഴും അദ്ദേഹമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്രഭാകർ അദ്ദേഹമാണ് മിമിക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്യാണ്. പക്ഷെ ചില ഷോട്ടുകൾക്ക് രണ്ടും ഞാൻ തന്നെ ചെയ്യും. ക്യാമറയുടെ റെക്കോർഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്യുക. പക്ഷെ DOPക്ക് ഫ്രെയിം നോക്കാനും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫ്രെയിമുകൾ മൂവ് ചെയ്യാനും ഈ ഒരു സെറ്റപ്പ് ഈ ഒരു ഡ്രോണിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ DJ ഇൻസ്പയർ 3 അതെ, വേൾഡ് വൈഡ് ആയിട്ട് ഈ ഡ്രോണിന്റെ ഫീൽഡിൽ സിനിമാറ്റോഗ്രഫി, ഏരിയൽ സിനിമാറ്റോഗ്രഫിയിൽ DJനെ കവച്ചു വയ്ക്കാൻ സോണിക്കോ മറ്റുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടില്ല. സോണിയുടെ കമ്പനി വേറെ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് DJയുടെ കോമ്പറ്റീഷനായി മാറിയില്ല. അത്യാധുനികവും അത്യാഡംബരമായിട്ടുള്ള സാധനങ്ങളാണ് ഈ 2 ഇരിക്കുന്നത്. അതായത് നമ്മൾക്ക് ഇതിന് സ്പെയർ കിട്ടില്ല. ഇതിപ്പോ ഈ ഡ്രോണ് ഇറങ്ങിയത് 2023 മെയ്യിലാണ് ഇറങ്ങിയത്. ജൂൺ ജൂലൈയിലാണ് റിലീസായത്. ഞാൻ ആഗസ്റ്റിലാണ് എനിക്ക് കിട്ടിയത്. ഇത് കിട്ടാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഇന്ത്യയിൽ പർച്ചേസ് ഇല്ല, ഇന്ത്യയിൽ സെയിൽ ഇല്ല. നമ്മളിത് പാർട്സ് ആയിട്ട് വിദേശത്ത് നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി അസംബിൾ ചെയ്യാണ് ചെയ്തത്. അതായത് ആക്ച്വലി നമുക്കൊരു ഡ്രോണായിട്ട് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ ഇപ്പം നിയമമില്ല. ഇതിൻ്റെയൊക്കെ കൂടി പേരിലാണ് ഓപ്പറേറ്റേഴ്സ് കുറഞ്ഞു വരാൻ കാരണം. അപ്പോൾ ഈ ഡ്രോണ് DGCAയുടെ അംഗീകൃതമായ ഒരു കമ്പനിയിൽ അസംബിൾ ചെയ്ത ഡ്രോണുകൾ മാത്രമേ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അത് രജിസ്റ്റർ ചെയ്താലാണ് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. അതായത് ഇവിടെ ഇപ്പൊ എന്താ രണ്ടും സെയിം ഡ്രോണുകളല്ലേ? രണ്ടും സെയിം ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഇതിന് സ്പെയർ കിട്ടാത്തൊരു കാരണത്താല് നമ്മളിപ്പോ ഇൻഡസ്ട്രിയിൽ 10-11 വർഷമായിട്ട് സജീവമായിട്ട് നിൽക്കണം. നമുക്ക് സ്ഥിരം ക്ലയൻസ് ഉണ്ട്. ഞാൻ അവിടെ പോകുമ്പോൾ ഇതിന്റെ ഇതിൽ കണ്ടമാനം കമ്പ്യൂട്ടർ പോലെ കുറേ സോഫ്റ്റ്വെയറുകളായിട്ട് അത് വർക്ക് ചെയ്യുന്നത്. സാറ്റലൈറ്റിൽ നിന്നുള്ള കണക്ഷനൊക്കെ വെച്ചാൽ വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പ്രോഗ്രാം എററോ അല്ലെങ്കിൽ ഡ്രോണിന്റെ മെക്കാനിക്കൽ എററോ ഇലക്ട്രോണിക്സ് ആയിട്ട് ബന്ധപ്പെട്ട എററൊക്കെ വന്നാൽ നമ്മൾ പിന്നെ ഇത് ഇന്ത്യയിൽ എവിടെ റിപ്പയറിംഗ് ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇന്ത്യയിലൊരു 30-40 ഡ്രോണാണ് ആകെ ഉണ്ടാവുള്ളൂ. കേരളത്തിൽ ഒരു 4-5 ഉണ്ടാവുള്ളൂ. ഇത്തരം കുറച്ചുള്ളതിന്റെ പേരിൽ ഇതിൽ റിപ്പയറിങ്ങിന് സാധ്യമല്ലാതെ വിദേശത്തേക്ക് ദുബായിലേക്കോ സിംഗപ്പൂരിലേക്കോ കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ സജീവമായി നിൽക്കുന്ന ആളതിൻ്റെ പേരിൽ 2 മേടിച്ചു. ആ 2 മേടിച്ചു കഴിഞ്ഞ് 2ലും ക്യാമറ ഉണ്ട്. ഒരെണ്ണത്തിൽ ഏറ്റവും ടൈറ്റ് ലെൻസ് ആയിട്ടുള്ള 75mm വെയിറ്റ് കൂടുതലാണ്. അപ്പൊ അതിനാ വെയിറ്റ് ഇട്ട് ബാലൻസ് ചെയ്ത് ഒരു ഡ്രോൺ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇതിൽ മറ്റുള്ള 4 ലെൻസുകൾ 18mm, 24mm, 35mm, 50mm ഈ ഡ്രോണിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ടെലി ലെൻസ് ആ ഡ്രോണിൽ സെറ്റ് ചെയ്തിരിക്കും. അപ്പം ഈ 2 ഡ്രോണുകളിലും ഇൻബിൽട്ട് ആയിട്ട് തന്നെ ക്യാമറകൾ വരുന്നത്? ഇൻബിൽട്ട് അല്ല വരുന്നത്, ക്യാമറ സെപ്പറേറ്റ് ആണ്. സെൻമ്യൂസ് X9 എന്ന് പറഞ്ഞ ക്യാമറ ഈ കമ്പനി ഒരുമിച്ച് കിറ്റിൽ വരുന്നുണ്ട്. പക്ഷെ അത് ഇൻബിൽട്ട് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾക്ക് അത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം. അങ്ങനെയാണ് വരുന്നത്. ഏകദേശം എത്ര രൂപ വരും? 16,499 US$ ആണ് ഒരു ഡ്രോണിന്റെ കിറ്റ് പ്രൈസ്. ഡോളർ. അപ്പൊ ഏകദേശം ഒരു 14 ലക്ഷത്തോളം രൂപ, 13.5 ലക്ഷത്തോളം രൂപ ഡ്രോണിന്റെ പ്രൈസ് വരും, പ്ലസ് ടാക്സ്. അപ്പൊ ഏകദേശം ഒരു 15 ലക്ഷം രൂപ ഒരു കിറ്റിന് വരും. കിറ്റിനാണ് വരുന്നത്. അതിൽ ലെൻസുകൾ ഉണ്ടാവില്ല. അതിൽ ആക്സസറീസ് ഒരു റിമോട്ട് ഉണ്ടാവുള്ളൂ. എക്സ്ട്രാ റിമോട്ട് മേടിക്കണം, ഇത് മേടിക്കണം. ബാറ്ററികൾ എൻ്റെ ടോട്ടൽ 16 ബാറ്ററി ഉണ്ട്. ഇത്ര ഒരു ബാറ്ററിക്ക് ഒരു 25,000-30,000 രൂപ വരും. ഇത്രയും ഫുൾ സെറ്റപ്പ്, അതായത് മിമിക് സെറ്റപ്പ്, 2 റിമോട്ട്,
ഇതിൻ്റെ DJ ട്രാൻസ്മിറ്റർ വഴിയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു 30 ലക്ഷത്തിൻ്റെ അടുത്ത് 28-30 ലക്ഷത്തോളം ഒരു ഡ്രോൺ സെറ്റപ്പിന് വരും. പ്ലസ് അഡീഷണൽ ഞാനൊരു സ്പെയർ ആയിട്ട് നമ്മളൊരു ഡ്രോൺ മേടിച്ചിട്ടുണ്ട്. അതിന് ഫുൾ സെറ്റപ്പ് ഇല്ല, അത് ബേസിക് സെറ്റപ്പ് പ്ലസ് ക്യാമറ മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊരു റിസർവ് ആയിട്ട് കാശാണ് ഈ കിടക്കുന്നത് അല്ലേ? ഒരു സിനിമ പിടിക്കാൻ ചെറിയ സിനിമ പിടിക്കാനുള്ള കാശുണ്ട്, പിടിക്കാനുള്ള ഒരു കാശാണ് ഈ കിടക്കുന്നത്. അതെ. DJയുടെ ഹൈബ്രിഡ് മോണിറ്റർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഇതിപ്പോ ജിംബല്, ഡ്രോണ്, ഇൻസ്പയർ 3 ഇതൊക്കെ നമുക്ക് ക്യാമറ മൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് നമ്മൾ DJയുടെ ട്രാൻസ്മിറ്റർ വഴി ലിങ്ക് ചെയ്ത് DJയുടെ ഇൻസ്പയർ 3 എന്നുള്ള ഡ്രോണിലത്തെ ക്യാമറയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് റിമോട്ടിന് പകരം നമുക്ക് ഇത് ഉപയോഗിക്കാം. സെക്കൻഡ് റിമോട്ട്, മെയിൻ റിമോട്ട് മാസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് മാസ്റ്ററായിട്ട് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നുകിൽ ഇത് രണ്ടും എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാം, അതല്ലെങ്കിൽ ക്യാമറാമാന് പകരം നിൽക്കുന്ന ആൾക്കോ ഈ മൂവ്മെന്റ് ചെയ്താൽ ഈ ക്യാമറ മൂവ് ചെയ്യും. അപ്പൊ ക്യാമറമാന് ആവശ്യത്തിനുള്ള നല്ല ഫ്രെയിമുകൾ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രോണുകളുടെ പരിപാടി ഒരു സാധാരണക്കാരന് പറ്റിയ പരിപാടി അല്ല. അതായത് ബാക്കിയുള്ള എക്യുപ്മെന്റ്സ് വിട്ട് ഡ്രോണിനുള്ള പ്രത്യേകത, ഡ്രോൺ ഓപ്പറേറ്റർ ആക്ച്വലി ഒരു DSLR ക്യാമറ അതായത് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, കാർഡ് ഫോർമാറ്റ് ചെയ്യുക, ലെൻസുകൾ മാറ്റിയിടുക, അതിനനുസരിച്ച് ഫോക്കസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു DSLR ക്യാമറയുടെ എല്ലാ വർക്കുകളും അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു ഡ്രോൺ ഓപ്പറേറ്റർ. കൂടാതെ ക്യാമറാമാനോ ഡയറക്ടറോ ആവശ്യപ്പെടുന്ന നല്ല ഫ്രെയിമുകൾ കൊടുക്കാനും കഴിയണം. അങ്ങനെയാണെങ്കിലാണ് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പല ആൾക്കാരുകളും ഡ്രോണിനോടുള്ള ക്രൈസ് കൊണ്ട്, അതായത് ഇപ്പോൾ ബൈക്കുകൾ ഹൈ സ്പീഡ് റേസ് ബൈക്ക് വാങ്ങിക്കുന്ന പോലെ ഡ്രോണിനോടുള്ള ക്രൈസ് കൊണ്ട് ഡ്രോൺ മേടിക്കും. പക്ഷെ ഇവർക്ക് ഒരു ഫ്രെയിം പോലും കൊടുക്കാൻ പറ്റില്ല, ഇതിന്റെ സെറ്റിങ്സ് അറിയില്ല. അവർക്ക് ഡ്രോൺ പൊക്കുക, ഓട്ടോയിലിട്ട് അങ്ങനത്തെ ആൾക്കാരുകൾ ഉണ്ട് പലരും. അപ്പൊ അത് ക്യാമറാമാനും മനസ്സിലാവുമ്പോ പിന്നെ അടുത്ത വർക്കിന് വിളിക്കില്ല. സിംഗട്ട, ഞാൻ സംശയം ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതായത് ചില ഡ്രോണുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ VR ബോക്സ് പോലെ ഇവിടെ വെക്കുന്ന എങ്ങനെയുണ്ട്? അതിന്റെ അതെന്ന് പറഞ്ഞാല് അത് FPV ഡ്രോണുകളാണ്. അതായത് നമ്മൾ ഈ കാണുന്നത് എന്ന് പറഞ്ഞാല് ഇത് അടിയില് മെയിൻ ക്യാമറ, ഇതാണ് ഇതിന്റെ ഫസ്റ്റ് പേഴ്സൺ വ്യൂ. ഈ ഡ്രോൺ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്, ഈ ക്യാമറയിൽ കാണുന്ന ഒരു വ്യൂ ആണ് ഫസ്റ്റ് പേഴ്സൺ വ്യൂ. ഇത് ഇതിന്റെ FPV ക്യാമറയും ഇത് ഇതിന്റെ നമ്മുടെ മെയിൻ ഫൂട്ടേജിന്റെ സിനിമ ക്യാമറയാണ്. ഈ ക്യാമറ മാത്രമായിട്ട് നല്ല റെസൊല്യൂഷനിൽ വരുന്ന ഡ്രോണാണ് FPV ഡ്രോൺ. അതിൽ നമ്മൾക്ക് പരിസരം നോക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്, ഈ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് വിഷൻ ലൈൻ ഓഫ് സൈറ്റ്, അത് VLOS, അതാണ് നമുക്ക് അനുവാദമുള്ളൂ. ഇത് 15 കിലോമീറ്റർ പോകാനുള്ള അനുവാദം ഉണ്ടെങ്കിലും നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് 1 കിലോമീറ്ററോ 600 മീറ്റർ 500 മീറ്ററൊക്കെ ഫ്ലൈ ചെയ്യാറുള്ളൂ, കാരണം നമുക്ക് കാണുന്നൊരു ഡിസ്റ്റൻസ്. പക്ഷേ ഈ FPV ഡ്രോണുകൾ ഫ്ലൈ ചെയ്യുന്നത് അതിന്റെ നമ്മളുടെ ഗോഗിൾസ് എന്ന് പറയും, ഗോഗിൾസ് വെച്ചാണ് ഫ്ലൈ ചെയ്യുന്നത്. അത് ഹൈ സ്പീഡിൽ വണ്ടിയുടെ അടിയിൽ കൂടെ, ഒരു വണ്ടിയുടെ ഉള്ളിൽ കൂടെ, ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകാനായിട്ടാണ് ആ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. ഈ ഡ്രോണുകളും ആ ഡ്രോണുകളും തമ്മിൽ കുറച്ചും കൂടെ ചെറുതാണോ? അതോ അത് ചെറുതാണ്, അതിന്റെ റെസൊല്യൂഷൻ 4K ഉണ്ടാവുള്ളൂ. ചില ഡ്രോണുകൾ 5.2K വരും. ഇത് 8K റെസൊല്യൂഷൻ ആണ്. അപ്പൊ ഇത് വലിയ ഡ്രോണും ചെറിയ ഡ്രോണും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ ഒരു ഷോട്ട് കണ്ട് ഈ ഡ്രോൺ അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഫ്ലൈ ചെയ്യാൻ പറഞ്ഞത് ഇത്രയും കോസ്റ്റ്ലി ഡ്രോൺ ആണ്, ഇത് തട്ടാൻ പാടില്ല. ഇതിന്റെ സെൻസറുകൾ നമുക്ക് എല്ലാവരും ഉണ്ടെങ്കിലും, കാരണം ഈ കാണുന്ന എല്ലാ സെൻസർ, അതിന് ചുറ്റും സെൻസർ ഉണ്ടെങ്കിലും ഈ സെൻസറുകളെല്ലാം ഓഫ് ചെയ്തിട്ടാണ് നമുക്ക് ഫ്ലൈ ചെയ്യണത്. കാരണം സെൻസറുകൾ ഉണ്ടെങ്കിൽ 2-3 മീറ്ററോ അകലെന്ന് വരുമ്പോഴേക്കും തന്നെ ബ്രേക്ക് ചെയ്ത പോലെ അവിടെ നിൽക്കും. ഒരു ഇൻസ്പയർ 3യുടെ റേഞ്ച് എന്ന് പറയുന്നത് 15 കിലോമീറ്റർ ആണ്. നോർമലി 12 കിലോമീറ്റർ ആണ് ഒരുവിധം കിട്ടുന്നത്. കമ്പനി പറയുന്നത് 15 കിലോമീറ്റർ, പക്ഷെ നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് മാക്സിമം 1.5-2 കിലോമീറ്റർ അല്ല പോവല്ല. അതിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് അല്ലാതെ പോയി കഴിഞ്ഞാൽ വിഷ്വല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വെറുതെ എന്റെ സ്കില്ല് കാണിക്കാനോ ഡ്രോണിന്റെ ഓപ്പറേഷൻ കാണിക്കാനോ നമുക്ക് ഡിസ്റ്റൻസ് പോകേണ്ട ആവശ്യം. പിന്നെ ഈ പുതിയ ഡ്രോണിൽ വേറൊരു പ്രത്യേകതയുണ്ട്. നമുക്കൊരു പകലൊരു പ്രോഗ്രാം ചെയ്ത് വെക്കാം. പകല് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ട് ഇതേ സാധനം പിന്നീട് എടുക്കാം. അനുവേട്ടാ, നമുക്കപ്പം ഇതൊന്ന് ഫ്ലൈ ചെയ്ത് കണ്ടാലോ? നമ്മൾക്ക് ഒരു ടെസ്റ്റ് ഫ്ലൈ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ഫ്ലൈ ചെയ്തൊന്ന് കാണിക്കാം. അതിന്റെ സൗണ്ട് ഭയങ്കര പ്രാധാന്യമാണ്. അപ്പൊ ഒരു ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന ആള് ക്യാമറാമാൻ ആവശ്യപ്പെടുന്ന ലെൻസുകൾ ഇട്ട്, ക്യാമറാമാൻ ആവശ്യപ്പെടുന്ന റെസൊല്യൂഷൻ ഇട്ട്, ക്യാമറാമാൻ ആവശ്യപ്പെടുന്ന എല്ലാ സെറ്റിങ്ങുകളും, ഷട്ടർ, അതുപോലെ വൈറ്റ് ബാലൻസ്, എല്ലാ സെറ്റിങ്ങുകളും. ഇതിപ്പോ ആ ക്യാമറയിലേക്ക് നോക്കിയാൽ ഇതിന്റെ ജിംബിൾ കൺട്രോൾ കണ്ടോ, ഞാൻ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ടിൽ ഡൗൺ, ടിൽറ്റപ്പ് എല്ലാം ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക്
അത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ തിരിക്കുമ്പോൾ കണ്ടോ, ഇപ്പൊ ഞാനല്ല തിരിക്കുന്നത്, ഇത് തിരിക്കുന്നതിനനുസരിച്ച് ഇതാണ്ടോ. അപ്പൊ ക്യാമറാമാന് അവരുദ്ദേശിക്കുന്ന ഫ്രെയിമുകൾ എടുത്തു കൊടുക്കാൻ ഈ ഒരു സെറ്റപ്പ് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾക്കിപ്പോൾ ഒരു സ്റ്റണ്ടൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ 2 ഇൻസ്പയർ ഉണ്ട്, എല്ലാ സെറ്റപ്പും 2 ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റണ്ട്, ഒരു ബോംബ് ബ്ലാസ്റ്റ്, അത്തരം കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഒറ്റ ഒരു സെക്കൻഡല്ലേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ സീൻ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് തന്നെ വേണമെങ്കിൽ ഒരു ഡ്രോൺ പൊക്കി സ്റ്റാറ്റിക്കായി നിർത്തിയതിന് ശേഷം മറ്റൊരു ഡ്രോൺ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. ഈ ഡ്രോണിൻ്റെ ഒരു പ്രത്യേകത, ഇത് സാറ്റലൈറ്റ് വഴിയാണ് വർക്ക് ചെയ്യുന്നത്. സാറ്റലൈറ്റിൽ നിന്നുള്ള കമാൻഡ് കിട്ടിയതിന് ശേഷം, അതുപോലെ സെൻസറുകൾ ഭൂമിയിൽ നിന്നുള്ള സിഗ്നൽ കിട്ടിയതിന് ശേഷം, ഇങ്ങനെ പല രീതിയിൽ ഒരു ട്രൈപ്പോഡിൽ ഇരിക്കുന്ന പോലെ പല സ്ഥലത്തുനിന്ന് പല സിഗ്നലുകൾ എടുത്തിട്ടാണ് ഒരു ഡ്രോൺ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ ആ ഡ്രോണിൻ്റെ ബാറ്ററി കഴിയുന്നത് വരെ അതവിടെ ഓൺ ചെയ്തൊരു സ്ഥലത്ത് നിർത്തിയാൽ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഒരു ബാറ്ററിക്ക് ഏകദേശം എത്ര ലൈഫ് വേണം? ഒരു ബാറ്ററിക്ക് കമ്പനി പറയുന്ന 26 മിനിറ്റ് ആണെങ്കിലും ഇതെല്ലാം കണക്ട് ചെയ്ത് വരുമ്പോൾ 20 മിനിറ്റ് 22 മിനിറ്റ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഒരു സേഫ് ആയിട്ട് ഒരു 30% 20% ബാലൻസ് വെച്ചിട്ട് താഴത്തേക്ക് ഇറക്കുക, അല്ലെങ്കിൽ ബാറ്ററി ഓവർ ഹീറ്റ് ആയിട്ട് ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് വരും. കണ്ടിന്യൂസ് ആയിട്ട് എൻഡ് വരെ നമ്മൾ ഫ്ലൈ ചെയ്യാറില്ല. അപ്പൊ ഇതിന് മെയിൻ ഇതിന്റെ യൂസിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യലാണ് സിനിമയ്ക്കകത്തല്ല. സിനിമയ്ക്കകത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിൻ പ്രത്യേകത, ഈ ഡ്രോണിൽ ഇത് 8K റെസൊല്യൂഷനിൽ വരുമ്പോൾ സിനിമയുടെ ഗ്രൗണ്ട് ക്യാമറ സോണി വെനീസ് 2, അലക്സ മിനി LF, അതുപോലെ ലേറ്റസ്റ്റ് കാറ്റഗറിയിൽ പെട്ട ഏത് ക്യാമറ ആയിക്കോട്ടെ, ആ ക്യാമറയുടെ ഫയൽസ് ഒരു എഡിറ്റിംഗ് ടേബിളിൽ ഇട്ട ഗ്രാഫിൽ വരുന്ന അതേ ക്വാളിറ്റി ഈ ചെറിയ ഡ്രോണിലെ ഫയൽസിൽ കിട്ടും. ഈ ചെറിയ ഡ്രോണുകളിലാവുമ്പോൾ അത് MOV അല്ലെങ്കിൽ MP4 ഫയൽ ഉണ്ടാവുള്ളൂ. ഈ ഡ്രോണിൽ 8K റോ ഫയലാണ് വരുന്നത്. അത്രയും ഹൈ ഡാറ്റയാണ്. 20 മിനിറ്റ് 1000 GB എന്ന് പറയുമ്പോൾ അതിന്റെ സൈസ് ആലോചിക്കല്. പലപ്പോഴും നമ്മൾ വർക്ക് എടുത്ത് കോപ്പി ചെയ്യാൻ വരുമ്പോൾ DIT നമ്മളോട് വിഷമം തോന്നും. കാരണം അവന് 4 മണിക്കൂറൊക്കെ ഇത് കോപ്പി ചെയ്ത് 2 ഹാർഡ് ഡിസ്ക് ബാക്കപ്പ് ഒക്കെ 4 മണിക്കൂറോളം ടൈം പ്ലസ് കൺവെർട്ട് ചെയ്യാനുള്ള ടൈം. അപ്പൊ ആളെ സംബന്ധിച്ചൊരു 6 മണിക്കൂർ ഒരു ദിവസം ഈ ഡ്രോണിന് മാത്രം പോകും, ഒരു ഫുൾ ഫുട്ടേജ് ഉണ്ടെങ്കിൽ. സിംഗേട്ടാ, അപ്പൊ നമ്മളിത് 3 ഡ്രോണുകളും അറ്റ് എ ടൈം ഫ്ലൈ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പൊ ഞാൻ ഈ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതോ പെട്ടി മാറ്റിയനി മതിയോ? ഞാൻ അടുത്ത ഡ്രോൺ ഫ്ലൈ ചെയ്യണം. ഇനി ഞാൻ 3ാമത്തെ ഡ്രോണ്. ഹീറ്റ് പ്രശ്നം ഉണ്ടാവോ? ഇല്ലല്ല. ഈ 3 ഡ്രോണുകളും വെച്ചു. ഇനി ഞാനിങ്ങനെ നിന്നാലും ഡ്രോണുകൾ അവിടെ തന്നെ നിൽക്കും, സ്റ്റാറ്റിക്കായിട്ട് നിൽക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിൽ ഒരു സ്റ്റണ്ടോ കാര്യങ്ങളോ ചെയ്യാം, ഇതിൽ മൂവ്മെന്റ് ചെയ്യാം. ഇങ്ങനെ 3ഉം ഒരേ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാറില്ല. ഞാനൊരു ഡെമോ കാണിച്ചു തന്നതാണ്. ഞാൻ ഓരോന്നായിട്ട് ഇറക്കണം കേട്ടോ. ഓക്കെ, വെറുതെ പിടിച്ചാൽ മതി. ഇവിടെ കേട്ടാ. ആ, ഇപ്പൊ ഈ ഡ്രോണ് മധു പിടിച്ചോ. ഇനി ഞാൻ ആ ഡ്രോൺ ഇറക്കണം കേട്ടോ. ഈ ബോക്സ് മതി. ഡ്രോൺ ഇറക്കി. ഇപ്പൊ ഇത് ഒരെണ്ണം വേണമെങ്കിൽ മുകളിലേക്ക് വിടാം കേട്ടോ. ഇത് 1500 മീറ്റർ വരെ ഹൈറ്റ് പോകും. പക്ഷെ നമുക്ക് നിയമപ്രകാരം 120 മീറ്ററാണ് ഫ്ലൈ ചെയ്യാൻ അനുവാദമുള്ളൂ. ഓക്കെ ഓക്കെ. കാരണം ഹെലികോപ്റ്ററോ മറ്റുള്ള ദൃശ്യങ്ങളോ ഇപ്പം ഈ ഡ്രോണുകളുടെ പ്രത്യേകത, ഞാൻ ഈ ഒരു ഡ്രോണ് ഒരു റിമോട്ട് ഇതായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ ഡ്രോണ് ഈ റിമോട്ടും കൂടി കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 2 എണ്ണം കണക്ട് ചെയ്തിരിക്കണം. ഈ ഫസ്റ്റത്തെ ഡ്രോണിലത്തെ സെക്കൻഡ് റിമോട്ടിന് പകരം ഈ മിമിക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഒരേ ഡ്രോണുകളിൽ തന്നെ 2 റിമോട്ടും കണക്ട് ചെയ്യാം. ഓക്കെ. സെക്കൻഡ് റിമോട്ട് എന്നുള്ളത് ഒരെണ്ണം മെയിൻ റിമോട്ടും ഒരെണ്ണം സെക്കൻഡ് റിമോട്ടായിട്ട് ഒറ്റ ഡ്രോണിൽ തന്നെ കണക്ട് ചെയ്യാം. ഓക്കെ. അതിലുള്ള ഒരു പ്രത്യേകത, ഇതിന്റെ കൺട്രോളർ ഈ ഡ്രോണിൽ മാത്രമുള്ള ഒരു ഫീച്ചറാണ്. 2 ഓപ്പറേറ്റർമാരുണ്ടെങ്കിൽ ഒരു ഓപ്പറേറ്റർക്ക് ഒരു കുന്ന് കയറുന്ന ഒരു ഷോട്ടാണ്. നമുക്ക് അടിയിലൊരു ആക്ടിവിറ്റി ഉണ്ട്, ആ ആക്ടിവിറ്റിയുടെ ഒപ്പം മുകളിലും ഒരു ആക്ടിവിറ്റി ഉണ്ട്. അവിടെ ഒരു ഓപ്പറേറ്റർ നിൽക്കുക, അടിയിലൊരു ഓപ്പറേറ്റർ നിൽക്കുക. ഇവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ഡ്രോൺ ആകാശത്ത് വെച്ച് ഒരു റിമോട്ട് കൊണ്ട് മറ്റേ ഓപ്പറേറ്റർക്ക് ഈ കൺട്രോള് കമാൻഡ് ചോദിക്കും. കമാൻഡ് ആള് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു മെയിൻ ഓപ്പറേറ്റർ ഇവിടെ നിന്ന് വിട്ടുകൊടുത്താൽ അദ്ദേഹത്തിന് അവിടെ ഷോട്ട് എടുക്കാം. അതായത് ബോട്ടിലൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള പടല്ലേ, അതില് ആ നാടക അവര് പോകുന്ന ഒരു വഞ്ചിയിൽ പോകുന്ന ഷോട്ടുണ്ട്. നമ്മളവിടെ ഡയറക്ടറെ കൂടെ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അവർ നിൽക്കുന്ന ഒരു ചെളിയുടെ ഉള്ളില, ഒരു കാടിന്റെ ഉള്ളിൽ മുട്ടോളം വെള്ളത്തിലാണ്. അപ്പൊ നമ്മൾ കരയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തൊരു വീടിന്റെ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് ഡ്രോൺ അങ്ങോട്ട് കൊടുത്തു. അവിടെ നിന്ന് വേറെ ഓപ്പറേറ്റർ DOPയുടെ അടുത്ത് നിന്നിട്ട് കൺട്രോൾ ചെയ്തു. അതിനുശേഷം ഡ്രോണിന്റെ ബാറ്ററി മാറ്റാൻ, ലെൻസ് മാറ്റാൻ വീണ്ടും പുഴയുടെ അവിടേക്ക് വിട്ടു. വീണ്ടും മുകളിൽ അടുത്ത ഓപ്പറേറ്റർ അവിടെ വന്ന് ഇറക്കി തിരിച്ചു വിട്ടു. ഇങ്ങനത്തെ ഒരു ഫീച്ചർ ഈ ഡ്രോണിലുണ്ട്. ഈ ചെറിയ ഡ്രോൺ വാങ്ങിക്കാൻ നമുക്ക് ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ അത് കിട്ടാനില്ല. അതായത് വിദേശത്ത് നിന്ന് കള്ളക്കടത്തോ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് പാർട്സ് കൊണ്ടുവന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്യുകയല്ലാതെ DJയുടെ ഡ്രോണുകൾ ഇവിടെ വാങ്ങിക്കാൻ അനുവാദമില്ല. ചേട്ടൻ ഒരു ഡ്രോൺ വാങ്ങിച്ചതിന്റെ ഫോർമാലിറ്റി എന്തൊക്കെയാണ്? ഞാൻ വാങ്ങിച്ചതിന്റെ ഫോർമാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ പാർട്സ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡ്രോൺ അസംബിൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾ വഴി ആണ് അസംബിൾ ചെയ്തിട്ടാണ് നമ്മൾ ഡ്രോൺ മേടിച്ചത്. അപ്പൊ ഇതില് ആ ഡ്രോൺ, ചെറിയ ഡ്രോൺ, നമ്മൾ ഡ്രോണിന്റെ 4 കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് നാനോ ഡ്രോൺ. നാനോ ഡ്രോൺ എന്ന് പറഞ്ഞാൽ 249 ഗ്രാം 250 ഗ്രാമിൽ താഴെ വെയിറ്റ് ഉള്ളതാണ്. അതിന് ലൈസൻസ് ആവശ്യമില്ല. നേരെ മറിച്ച് അതിനേക്കാളും മീതെ 250 ഗ്രാം മുതൽ 2 കിലോഗ്രാം വരെ. നാനോ കഴിഞ്ഞാൽ അടുത്ത കാറ്റഗറി മൈക്രോ എന്നുള്ള കാറ്റഗറി വരുമ്പോൾ അത് ഫാൻഡം ഒക്കെ ആ കാറ്റഗറിയിലാണ് വരുന്നത്, മാവിക്കൊക്കെ ആ കാറ്റഗറിയിലാണ് വരുന്നത്. അതിനാകുമ്പോൾ ലൈസൻസ് വേണം. DJ മാവിക്ക് ഫ്ലൈ ചെയ്യണമെങ്കിൽ, പബ്ലിക് പ്ലേസിൽ ഫ്ലൈ ചെയ്യണമെങ്കിൽ, ഡ്രോൺ എവിടെ ഫ്ലൈ ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണം. അതിനേക്കാളും മുകളിൽ 2 കിലോ മുതൽ 25 കിലോ വരെ ഉള്ളതാണ് സ്മോൾ എന്നുള്ള കാറ്റഗറി. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഈ നാനോ ഡ്രോൺ ഇപ്പൊ ഫോറസ്റ്റ് ഏരിയ കൂടെ പോകാനാണെങ്കിലും, അതായത് എവിടെയാണെങ്കിലും ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഡ്രോണിന് DGCAയുടെ രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്നുള്ളൂ. പക്ഷെ ഫ്ലൈ ചെയ്യണമെങ്കിൽ സ്വകാര്യ പ്ലേസിൽ മാത്രമേ പറ്റുള്ളൂ. പബ്ലിക് പ്ലേസിൽ ഫ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ലൈസൻസ് DGCA ലൈസൻസ് എടുത്തൊരു പൈലറ്റിനെ പറ്റുള്ളൂ. അപ്പോൾ സിനിമയിൽ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ 2 കിലോ മുതൽ 4.5 കിലോ, 5 കിലോ, 25 കിലോ വരെ ഉള്ളത് സ്മോൾ കാറ്റഗറിയാണ്. ഈ ഡ്രോണിന് വരുന്ന വെയിറ്റ് 4.5 കിലോ ആണ്. 4.5 കിലോ വെയിറ്റ് ആകുമ്പോൾ ഈ 4.5 കിലോ വെയിറ്റിലേക്ക് ഡ്രോണിന്റെ ഓപ്പറേറ്റർക്ക് ലൈസൻസ് വേണം, DGCAയുടെ ലൈസൻസ് വേണം. ഈ ഡ്രോണുകൾക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വണ്ടിയുടെ RC ബുക്ക് പോലെ രജിസ്ട്രേഷൻ. അപ്പൊ ഇത്ര ഉണ്ടെങ്കിലാണ് ഈ കാര്യങ്ങൾ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന്റെ പേരിലാണ് നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ് കുറഞ്ഞു കാരണം ലൈസൻസ് എടുക്കണം, അത് കഴിഞ്ഞ് ഡ്രോണിന്റെ രജിസ്ട്രേഷൻ എടുക്കണം. ഇത് കഴിഞ്ഞ് ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ പോണ സ്ഥലത്ത് മുഴുവനും പോലീസ് സ്റ്റേഷനിൽ നിന്നും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതാത് അതോറിറ്റിയിൽ നിന്ന് വേറെ പെർമിഷൻ. ഇപ്പൊ നമ്മള് ഈ പടം, ഈ നോബഡി എന്നുള്ള പടം ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്, സിനിമ പറയുന്ന പോലെ, അതായത് തോക്ക് തരാം പക്ഷെ വെടിവെക്കാൻ. ഇപ്പൊ ഇത് പറഞ്ഞാള് മന്ത്ലി 1 ലക്ഷം, മന്ത്ലി അല്ല, ഒരു ഡ്രോൺ ഓപ്പറേറ്റർക്ക് 1 ലക്ഷം രൂപ ഉണ്ടാക്കാന്ന് പറഞ്ഞ പൃഥ്വിരാജ് സാർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് നോബഡിയിൽ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആ നോബഡി എന്നുള്ള പടത്തിന് നെടുമ്പാശ്ശേരിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ അത് ആ ഫ്ലൈയിങ്ങിന്റെ സോണിന്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പൊ നെടുമ്പാശ്ശേരി ടെർമിനലിലെ മാനേജറുമായിട്ട് നമ്മളൊരു ലെറ്റർ കൊടുത്ത് മാനേജർ നമുക്ക് ഒരു ടൈം അലോട്ട് ചെയ്ത് ആ ടൈമിൽ നമ്മളെ ഫ്ലൈറ്റുകൾ വരാത്തൊരു ടൈം എൻ്റെ ലൈസൻസും ഡ്രോണിൻ്റെ ഡീറ്റെയിൽസും വെച്ച് അപേക്ഷ കൊടുത്ത് അവിടെ നിന്ന് അങ്ങനെ ഒരു പെർമിഷൻ കിട്ടിയിട്ടാണ് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ പറ്റിയില്ല, പോയെന്ന് മഴയായിരുന്നു, അപ്പോൾ ചെയ്തിട്ടില്ല ആക്ച്വലി. അപ്പൊ ശരിക്കും ആ സിനിമ പറയുന്ന ഡയലോഗ് പോലെ തന്നെ വെടിവെക്കാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോൾ അവിടെ ഫ്ലൈ ചെയ്യണമെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയുടെ റേഡിയസിലുള്ള സ്ഥലമായതുകൊണ്ട് എയർപോർട്ട് അതിലെ അതോറിറ്റിയിലെ ടെർമിനൽ മാനേജറുടെ കയ്യിൽ അപ്രൂവൽ ലെറ്റർ തന്ന അദ്ദേഹം ഓപ്പറേറ്ററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ടൈം ഫിക്സ് ചെയ്ത്, അത് 2 മണിക്കൂർ സമയം കിട്ടുള്ളൂ. ആ 2 മണിക്കൂറുള്ളിൽ നമുക്ക് ഷോട്ട് എടുക്കണം. നമ്മൾക്ക് തന്ന സമയത്ത് അവിടെ മഴയായിരുന്നു, ഷോട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിലേക്ക് ആൾക്കാർ വരാത്തതിൻ്റെ ഒരു കാരണമാണ് ഇതിപ്പോൾ ഇത്രയും വിലപിടിപ്പുള്ള ഡ്രോൺ പോലീസോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ കസ്റ്റഡിയിലെടുത്താൽ ഇത് തിരിച്ചു കിട്ടാനൊരു ചാൻസ് ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇല്ലീഗലാണെങ്കിൽ, കറക്റ്റ് ട്രാക്ക് ആണെങ്കിൽ മാത്രമാണ് പ്രശ്നമില്ലാതിരിക്കുന്നത്. ചേട്ടന് ഇതിന് മുകളിൽ ഒരു ഡ്രോൺ മേടിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഇതിന് മുകളിൽ സിനിമയിൽ ഇപ്പോൾ ഒരു ഡ്രോണിന്റെ ആവശ്യമില്ല. അതായത് ഡ്രോണുകളുണ്ടോ? റെഡ് ക്യാമറ,
അല്ലെങ്കിൽ അലക്സ, അതല്ലെങ്കിൽ കോമോഡോ, അത്തരം ക്യാമറകൾ കയറ്റാവുന്ന ഡ്രോൺ ഉണ്ട്. പക്ഷെ ആ ഡ്രോണിന് ഒന്നും ഈ ഡ്രോൺ കൊടുക്കുന്ന ഫീച്ചേഴ്സ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതില് ഇപ്പോ നമ്മൾ പൊക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ക്ലൈമറ്റ് ആണ്, ക്ലൗഡി അന്തരീക്ഷമാണ്. പൊക്കി കഴിഞ്ഞ് ഡ്രോൺ മുകളിൽ എത്തിയപ്പോഴാണ് വെയിൽ. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ ക്യാമറയിലെ സെറ്റിങ്സ്, ലൈറ്റിനനുസരിച്ച് അപ്പാർച്ചർ, അങ്ങനെ പല കാര്യങ്ങൾ, കളർ ടെമ്പറേച്ചർ ഒക്കെ മാറ്റാൻ പറ്റും. ഈ മറ്റേ ഇതിന് നമ്മളുടെ വലിയ ക്യാമറകൾ ഫിറ്റ് ചെയ്ത ഡ്രോണുകൾക്ക് ഇത്രയും കൺട്രോളുകൾ എല്ലാം ചെയ്തു വരുമ്പോൾ പ്രാക്ടിക്കലി അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഏത് ഹോളിവുഡ് സിനിമയിലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഡ്രോൺ അതാണ്. ചില ക്യാമറമാൻമാർ ഡിമാൻഡ് ചെയ്യും, അവർക്ക് കോമോഡോ അല്ലെങ്കിൽ അതുപോലത്തെ DSLR ക്യാമറ ഒക്കെ കയറ്റുന്ന ഡ്രോൺ വേണം ഡിമാൻഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യും. അപ്പോൾ സിംഗേട്ടൻ്റെ ഈ പടക്കുതിരകളെ നമ്മളെ പരിചയപ്പെടുത്തിയതിനും നമുക്കിതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു തന്നതിനും ഒരുപാട് നന്ദി.